പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കണ്ണൂരിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കി അല്പസമയത്തിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. അർജുനെ ഒളിവിൽ പോകാൻ സഹായിച്ച രണ്ട് സുഹൃത്തുക്കളെ വളപട്ടണം പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അഴീക്കോട് സ്വദേശികളായ ജിതിൻ, സുഭാഷ് എന്നിവരെയാണ് കൈമാറിയത്. സൈഫുള്ള വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സൈഫുള്ള, എപ്പോഴാണ് ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക? അർജുൻ ആയങ്കിയുമായി കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സംഘം മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് അർജുൻ ആയങ്കിയെ ഹാജരാക്കുന്നത്. കണ്ണൂരിലെ മജിസ്ട്രേറ്റ് അവധിയായതുകൊണ്ട് അതിന്റെ ചുമതല കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിനാണ്. അതുകൊണ്ടാണ് കൂത്തുപറമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അല്പസമയത്തിനകം തന്നെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് അർജുൻ ആയങ്കിയുമായി പോലീസ് സംഘം എത്തും. അവിടെ നിന്ന് അർജുൻ ആയങ്കി ഇനി അഴിക്കുള്ളിലേക്കാണോ അതോ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്യും എന്ന് തന്നെയാണ് അവസാന നിമിഷവും പോലീസ് സംഘം പറയുന്നത്. കാരണം അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളല്ല. അതുകൊണ്ടാണ് പിന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നത്. ഇനി കോടതി ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇതുവരെയുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി ഒരു തീരുമാനമെടുക്കും. മിക്കവാറും അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം ഒരുപക്ഷെ ജാമ്യം ലഭിച്ചാൽ ഇവിടെ കണ്ണൂരിൽ കോതമംഗലത്തു നിന്നുള്ള പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ 2 പേരാണ് കണ്ണൂരിലെത്തിയത്. അവർക്ക് കൈമാറിക്കഴിഞ്ഞാൽ കോതമംഗലത്ത് ഇതിനപ്പുറം ഔദ്യോഗിക കൃത്യം നിർവഹണം തടസ്സപ്പെടുത്തി SHOയെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പായിട്ടും അവിടെ റിമാൻഡ് ചെയ്യേണ്ട മറ്റ് വകുപ്പുകളുണ്ട്. അതുകൊണ്ട് അർജുൻ ആയങ്കി ഉറപ്പായിട്ടും ജയിലിലാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് കണ്ണൂരിലെ കേസിലാണോ അല്ലെങ്കിൽ കോതമംഗലത്തെ കേസിലാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ തീരുമാനമാകാനുള്ളൂ. പോലീസിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ജാമ്യം ലഭിച്ചാൽ ഉടൻ തന്നെ കോതമംഗലം പോലീസിന് കൈമാറാം. ഇനി അതിനുശേഷം ഈ കേസിൽ റിമാൻഡിലാക്കി കഴിഞ്ഞാൽ കോതമംഗലം പോലീസ് പിന്നീട് കോടതിയിൽ പോയി പ്രൊഡക്ഷൻ വാറന്റ് നൽകും. അതിനുശേഷം പോലീസ് ഇയാളെ ആ ജില്ലയിലുള്ള എറണാകുളം ജില്ലയിലുള്ള കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് ഇവർക്ക് കോതമംഗലം പോലീസിനെ കസ്റ്റഡിയിൽ വാങ്ങാം. പിന്നീട് സൈഫുള്ള ആയങ്കി ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണോ? അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് ഇപ്പോൾ. സൈഫുള്ള, ഇപ്പോൾ അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണോ? അതെ അജിത്, അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ സൈബർ പോലീസിൽ നിന്നും ഈ അർജുൻ ആയങ്കിയുമായി പോലീസ് സംഘം അവിടെ നിന്ന് കൂത്തുപറമ്പിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അർജുൻ ആയങ്കിയുമായി പോലീസ് സംഘം മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ മജിസ്ട്രേറ്റ് ലീവ് ആയതുകൊണ്ട് ഇതിന്റെ ചുമതല കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിനാണ്. ഇന്ന് കോടതി അവധി ആയതുകൊണ്ടാണ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് അർജുൻ ആയങ്കിയുടെ കാര്യത്തിൽ ഇന്ന് വിധിയുണ്ടാകുക. ഇയാളെ റിമാൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ആയങ്കിക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ ആയങ്കിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒരു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഒരു 10-15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് അർജുൻ ആയങ്കിയുമായി പോലീസ് സംഘം എത്തും. കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടു. കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സൈബർ SHOയുടെ നേതൃത്വത്തിലാണ് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് അർജുൻ ആയങ്കിയെ കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് സൈബർ പോലീസ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇയാളുടെ മൊഴിയും എടുത്തു. പിന്നീടാണ് ഇപ്പോൾ കൂത്തുപറമ്പിലേക്ക് കൊണ്ടുവരുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഇയാളെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, ഒന്ന് കണ്ണൂരിൽ ചുമത്തിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അധിക്ഷേപിച്ചു, അശ്ലീല പരാമർശം നടത്തി ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി
ചൂണ്ടിക്കാട്ടി പ്രകോപനപരമായ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു തുടങ്ങിയ ഒക്കെയാണ് അർജുൻ ആയിക്കെതിരെ ചുമത്തിയത്. IT വകുപ്പുകൾ ഉൾപ്പെടെ 5ഓളം വകുപ്പുകൾ അർജുൻ ആയിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ കേസെടുത്തിരിക്കുന്നത് കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ അർജുൻ ആയിക്ക് അവസാനമായി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്താണ് മാർട്ടിൻ ജോർജ് കണ്ണൂർ സൈബർ പോലീസിൽ കേസ് കൊടുക്കുന്നത്. അങ്ങനെ 6-ാം തീയതി അർജുൻ ആയിക്കെതിരെ കേസെടുക്കുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ജാമ്യം ലഭിക്കുമോ എന്നാണ് ഇനി അറിയേണ്ട വാർത്ത.